വാർത്തകൾ വിശദമായി നോക്കാം. വി ഡി സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയുണ്ടാകും. ആഭ്യന്തരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അറിയിച്ച രമേശ് ചെന്നിത്തല സതീശൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. അൻവർ സാദത്തിനും IC ബാലകൃഷ്ണനും മന്ത്രിപദത്തിനു വേണ്ടിയും രമേശ് ക്യാമ്പ് സജീവ നീക്കങ്ങളിലാണ്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, സതീശൻ ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഒരു മഞ്ഞുരുകലിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ KC ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ചർച്ചയിലെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ പ്രയത്നം നടത്തിയ, വലിയ പോരാട്ടം നടത്തിയ മൂന്ന് നേതാക്കൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ആ മൂന്ന് വളരെ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളിൽ ഈ മൂന്ന് പേർക്കും മുഖ്യമന്ത്രി സ്ഥാനം തികച്ചും അർഹമാണെന്ന വിലയിരുത്തൽ പൊതുവിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിൽ നറുക്കു വീണത് പ്രതിപക്ഷ നേതാവ് കൂടിയായ VD സതീശനാണ്. ഏതായാലും ഇന്നലെയും ഇന്നുമായി 2 തവണ VD സതീശൻ രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ചു. VD സതീശൻ KC വേണുഗോപാലിന്റെ വീട്ടിൽ നിന്നും അല്പസമയം മുമ്പാണ് മടങ്ങിയത്. അതിനുശേഷമാണ് KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ കാണാനെത്തുന്നത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഇല്ല നിലപാട് ആദ്യം സ്വീകരിച്ചു. പിന്നീട് ആഭ്യന്തര വകുപ്പ് നൽകിയാൽ മന്ത്രിസഭയിലേക്ക് വരാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ തുറന്ന നിലപാട്. പക്ഷേ അപ്പോഴും VD സതീശൻ ധനവകുപ്പ് വേണമെങ്കിൽ വിട്ടു നൽകാം, ആഭ്യന്തര വകുപ്പ് നൽകാൻ കഴിയില്ല എന്ന കടുത്ത നിലപാട് തുടർന്നു. ഇന്ന് പക്ഷേ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ആ സാഹചര്യത്തിൽ മാറ്റമുണ്ടായി എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന, ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് വേണം എന്ന നിലപാട് രമേശ് ചെന്നിത്തല VD സതീശനെ അറിയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് നേരത്തെയും അദ്ദേഹം ആഭ്യന്തര വകുപ്പിലെ മന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആഭ്യന്തര വകുപ്പ് ഭരിച്ച, ഉമ്മൻചാണ്ടിയെ പോലെ മുതിർന്ന ഒരു മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഭരിച്ചതാണ്. തന്നെക്കാൾ ജൂനിയറായ സതീശന്റെ മന്ത്രിസഭയിൽ എങ്ങനെ ഈ വകുപ്പ് മറ്റൊരു വകുപ്പിലേക്ക് പോകും? ധനവകുപ്പാണ് VD സതീശൻ ചെന്നിത്തലയ്ക്ക് വാഗ്ദാനം ചെയ്തത്. ധനവകുപ്പിൽ തനിക്ക് പ്രവൃത്തി പരിചയമില്ല, തനിക്ക് ആ വകുപ്പുമായി വലിയ ബന്ധമില്ല എന്നുകൂടി രമേശ് ചെന്നിത്തല VD സതീശനെയും കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ KC വേണുഗോപാലുമായുള്ള ചർച്ചയിലും രമേശ് ചെന്നിത്തല നിലപാട് അറിയിക്കും. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി കൂടിയായ VD സതീശൻ വിട്ടു നൽകിയേക്കാം. വിജിലൻസ് വകുപ്പ് കൈവശം നിർത്തിയിട്ട് ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ കൊണ്ടുവരണം. അത് തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ വലിയൊരു കല്ലുകടിയെ രമേശ് ചെന്നിത്തല മാറിയെന്നാൽ അത് തുടക്കത്തിലെ വലിയ കല്ലുകടിയെ മാറുമെന്ന ഒരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് പൊതുവിലുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡും ചെന്നിത്തലയെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന വകുപ്പിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിൽ പോലും രമേശിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാതെ പോകുന്നത് ഗുണം ചെയ്യില്ല എന്നൊരു അഭിപ്രായം ഹൈക്കമാൻഡിനും ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ VD സതീശൻ ഒരു അനുനയത്തിന് തയ്യാറായേക്കും. വിജിലൻസ് ഒഴികെ